78ൻ്റെ കരിമീൻ വല കിട്ടിയ മീനാണ് കേട്ടോ. ഇത്രയും വലിയ വലക്കണ്ണിയിൽ കുടുങ്ങി കിട്ടിയ അറിഞ്ഞിലാണ് കേട്ടോ. ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NRLOS കുമരകത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നലെ രാത്രിയിൽ ഒരു 78ൻ്റെ കരിമീൻ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോവാണ്. നേരെ വീട്ടിലേക്ക് പോകും. എല്ലാ സൗഹൃദങ്ങൾക്കും NRLOS കുമരകത്തിലേക്ക് സ്വാഗതം. നമ്മൾ വലയെടുക്കാനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. തേങ്ങ ഇങ്ങനെ തോടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിലും നമുക്കിതുപോലെ തേങ്ങ കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യമാണ്. നല്ല അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള ആമ്പൽപ്പൂക്കളാണ്. രാവിലെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ആ സന്തോഷം എന്തായാലും വലയിലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്ത് മീൻ കിട്ടിയാലും കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നേരെ വല കിടക്കുന്ന സ്പോട്ടിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വലയെടുത്ത് വന്നപ്പോഴേക്കും വല നമ്മളത് ഈ ഒരു കാടിൻ്റെ പുറത്തുകൂടെയാണ് ഇട്ടിരുന്നത്. അപ്പം ഈ കാടിൻ്റെ അകത്തേക്ക് മുഴുവൻ വല വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കഴുന്ന കൊണ്ടുപോയതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് മുറിച്ച് വിടുവാണ്. കാരണം ഇതിനകത്തുനിന്ന് നമുക്കിനി കാടിനകത്ത് കയറി വല എടുക്കാൻ പറ്റത്തില്ല, വലിച്ചാലും കിട്ടത്തില്ല. നമ്മളതിൻ്റെ ഇറങ്ങിയെടുത്താലും ചിലപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇതുണ്ട്, വല മുഴുവനും ഈ കാടിനകത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മുറിച്ചെടുക്കുവാണ്. ഇനി അങ്ങനെ സൈഡിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കാടിനകത്തായിപ്പോയി വല മുഴുവനും. ഈ മീനിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ. ഇതാണ് അറിഞ്ഞിൽ. 78ൻ്റെ കരിമീൻ വല കിട്ടിയ മീനാണ് കേട്ടോ. ഇത്രയും വലിയ വലക്കണ്ണിയിൽ കുടുങ്ങി കിട്ടിയ അറിഞ്ഞിലാണ് കേട്ടോ. കഴുന്ന് കയറി വല മുഴുവൻ ഈ കാടിനടിയിലോട്ട് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലയിലൊറ്റ മീനില്ല. പക്ഷെ നമ്മളിത് പോസ്റ്റ് ചെയ്യും. കാരണം നമ്മളിതിൻ്റെയൊക്കെ പിന്നിൽ അത്യാവശ്യം കഷ്ടപ്പാടുള്ളതാണ്. ഈ ഓരോ വല ഇടുന്നതിനകത്തും നമുക്ക് നല്ല കഷ്ടപ്പാടുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ വലയിടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വലയൊക്കെ ഏകദേശം എടുത്തു. വല മുഴുവൻ എടുത്തില്ല, കുറച്ച് ഭാഗമൊക്കെ ആ ഒരു കാടിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുന്നെന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ കഴുന്നെന്ന് പറയും, മറ്റുള്ള പല നാടുകളിലും നീർനായെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് മുഴുവനും വന്ന് വലയ്ക്കകത്ത് കയറിയ പിന്നെ ഒറ്റ മീനും കിട്ടത്തില്ല, വല പോവുകയും ചെയ്യും. നമ്മൾ അരക്കിലോളം വല ഉണ്ടായിരുന്നു, കുറച്ച് വല മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ആ കാടിനകത്തുണ്ട്. എന്തായാലും നമ്മൾ കരക്കോട്ട് ചെല്ലട്ടെ, എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ വല എടുത്തതിന് ശേഷം നമ്മൾ വലയ്ക്കകത്ത് ഒരു അറിഞ്ഞിൽ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. നമ്മൾ പരുത്തിയുടെ ചുറ്റുമാണ്, ആ പരുത്തിക്കാടിന് ചുറ്റുമാണ് വല ഇട്ടിരുന്നത്. അപ്പോൾ 78ൻ്റെ കരിമീൻ വലയാണ് ഇട്ടിരുന്നത്. അപ്പോൾ കഴുന്ന കയറിയിട്ട് വല മുഴുവനും വലിച്ചുകൊണ്ട് ആ കാടിനകത്തേക്ക് പോയി. അപ്പോൾ വല കീറി പറഞ്ഞ് പോവുകയും ചെയ്ത് നമുക്ക് അതിനകത്ത് മീനും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ തുറന്നൊന്നറിയില്ല, തോടുകളിലൊക്കെ ഉപ്പുവെള്ളമായി. അങ്ങനെ തോടുകളിൽ ഒരുപാട് മീനുകളായിരുന്നു. വാളയുണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു, പുല്ലൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മീനുകളായിരുന്നു തോട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചിണക്കി വലയിട്ടവർക്ക് ഒരുപാട് കരിമീനും പുല്ലിനും ഒക്കെ കിട്ടി. അതുപോലെ രാത്രികാലങ്ങളിൽ കുത്താൻ പോയവർക്കും കരിമീനും വാളയൊക്കെ കിട്ടിയ സമയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും വലയിറക്കിയത്. ഏകദേശം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വലയിറക്കുന്നത്.
അപ്പോൾ 78 കരിമീൻ വലയായിരുന്നു നമ്മൾ ഇട്ടത്. അപ്പോൾ നമ്മുടെ വലയ്ക്കകത്ത് കരിമീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ വലിയ മീനുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്ക് കിട്ടിയത് കഴുത കയറിപ്പോയി. അതുകൊണ്ട് തന്നെ ഒറ്റ മീനുകൾ കിട്ടിയില്ല. ആകെ ഒരു അറിഞ്ഞിൽ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നല്ല നല്ല ഫിഷിംഗ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇതുവഴി വന്നപ്പോൾ തെറ്റിപ്പിടിച്ച മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അങ്ങനെയാണ് മാത്രമേ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ. ഇറ്റ്സ് മീ നിതിൻ ദാസ്, NR കുമരം. ബൈ. ഒരിക്കൽ ഇത് ഒരെണ്ണമുള്ളായിരുന്നു, ഒന്നുകൊണ്ടല്ലായിരുന്നു. രണ്ടെണ്ണം ഉണ്ട്.